ഇങ്ങനെ പോയാൽ കവടി ഒഴിഞ്ഞ് തിന്നേണ്ടി വരും. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ എൻ്റെ ഉസ്താദേ. ഉസ്താദെ, ഞാൻ ഒരു കാര്യം പറയാം. അസുഖത്തിന് ചികിത്സിക്കാതെ പാട്ടോട്ട് അന്ധവിശ്വാസം പറഞ്ഞു നടന്ന പെരുമാനിലെ എല്ലാവരും കൂടി ചത്തുമുട്ടിയും. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടുത്തെ പിരിവ് സംഭാവനയും കൊണ്ടാ പള്ളിക്കാര്യങ്ങൾ ഒരുമാതിരി ഉന്തിത്തള്ളി നടത്തിക്കൊണ്ട് പോണത്. ഇവിടുത്തേക്കാ വിശ്വാസം ഭായിലേക്ക് പോയാ പള്ളി പൂട്ടേണ്ടി വരും. പെരുമാനിക്ക് ആപത്ത് വരുത്തുന്ന ഒരു കാര്യവും പെരുമാനി തങ്ങൾ സമ്മതിക്കൂല. പൂട്ടേണ്ട വരാം, തങ്ങൾ തന്നെ പൂട്ടിക്കോളും. പൂട്ടിയില്ലെങ്കിൽ അവന്മാർ ബംഗാളിലോട്ട് കടത്തും. ഒന്നും വിചാരിക്കലേ ഭായി. ആകെ 54 ടോക്കും. പെരുമാനിൽ എന്തെങ്കിലും ഞെട്ടിക്കലറിഞ്ഞ എന്തോ ഒറ്റയടിക്ക് 154. ഇനി നമുക്കേ വീടിന്റെയും കിണറിന്റെയും ഒക്കെ സ്ഥാനം നോക്കൽ പരിപാടികളെ പിടിക്കണം. ഇപ്പൊ ജീവിതത്തിന് ഒരു അർത്ഥം വന്ന പോലുണ്ട്. അല്ല, ഇന്ന് ബായ്ക്ക് കാവലിക്കട കാലി എന്തേ? സുഹൃതൻ യവനെന്താ ഇവിടെ കാര്യം? ഭീകരാ, വാടാ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. എന്ത് കയറി? നമ്മളെ റംലുവിന്റെ വീട്ടില് സുഹൃതം കയറി. തങ്ങളെ എന്തിനാ ഊതി മന്ത്രിക്കാൻ നിങ്ങൾ വരണ്ട. ബായി എന്തിയെ തായിട്ട് പൂട്ടി. എന്നാ ഇവനെ കാവലെടുത്തിക്കോ. വന്നാട്ടെ, വാ. വേഗം വാടാ. ഇപ്പൊ തീരും. തൽക്കാലത്തേക്ക് മാത്രം ചെറിയ അളവിൽ സ്വർണ്ണം പൂശിയൊരു ഡമ്മി ഉണ്ടാക്കാം. സ്വർണ്ണം ഞാൻ ഒപ്പിച്ചോളാം. ശ്വാസം കൂടാനുള്ള സമയം തന്നാൽ മതി. ഞാൻ ആരുടെ അളവ് വന്നെടുക്കും. എടാ, ഇത്രയും പാടില്ലല്ലോ ഇതൊന്നും മുടക്കാൻ. ഫാത്തി, നീ ആ അളവൊന്നും എടുത്തരുമോ? നീ എടുക്കടാലോ അതി, നീ തന്നെ അങ്ങ് എടുക്ക്. എടാ നീക്ക് വാണ്ട് ശരിക്കും നിൽക്കുന്നുണ്ട്. ഓക്കെ, വളഞ്ഞിട്ട് പിടിച്ചാല എന്തോതിനാ ഇടികൊണ്ട് തൂറാനോ? ഈ പെരുമാനിക്കരയിലെ ഏറ്റവും മാസുള്ളവനാ സൂതൻ. എന്ത് കയറിക്കോളൂ. പിന്നെ എന്നാത്തിനാ ഈ പാതിരാക്കി ഇങ്ങോട്ട് ഓടിപ്പോന്നത്? സുഹൃത്തിന്റെ മസിനെ തൂക്കി നോക്കാനാ. നോക്ക്, അവന്റെ വരവ് കണ്ടോ? എന്തായാലും സുഗതം ചെയ്തവനാ. ഇത് ഭായിയുടെ ആദ്യത്തെ ഉണ്ടയില്ല വെടിയാണ്. ഉണ്ടേ വെടിയോ? നാളെ പെരുമാനി ഞെട്ടണം. നമ്മുടെ ഭായി ഒന്നുകൊണ്ട് ഉറപ്പിക്കണം. റംലുവിന്റെ വീട്ടിൽ സുഹൃതന്റെ വിളയാട്ടം. വിനയത്തോടെ പായി. എന്നാലും എന്റെ റംലു, ഭായ് പാചരാക്കണിട്ട് എന്നെ തോണ്ടി വിളിച്ചോണ്ട് പറയാം. ബഷീറേ, പെരുമാനിയുടെ നാണക്കേട് നടക്കുന്നു. എന്റെ ചങ്കൻ തകർന്നുപോയി. എന്നാലും കരീമ മണലാരണ്യത്തിലെ പൊരി വെയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഓളി ചെയ്തത് പോക്കിത്തരല്ലേ നായരെ? എന്ന് പറഞ്ഞ അപ്പോഴത്തെ ആ ഹാലിൽ പൊരിവയിലൊക്കെ ഓർക്കാൻ പറ്റുമോ കുട്ടിക്കാ? പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞ അതിങ്ങനെ ആടി കളിക്കും. ആ മുജീബേ, ഈ വിഷമിക്കരുത്. നമ്മളെ റംലുവിന്റെ ഞാൻ അറിഞ്ഞു മുക്രി. അതിനിപ്പോ എന്താ, അതോളുടെ ഇഷ്ടല്ലേ. പിന്നെ നിങ്ങൾ കരീംഖാനെ വിളിച്ചതൊന്നും പറയണ്ട കേട്ടോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഏയ്, ഞാനങ്ങനെ ചെയ്യടാ മുജിയെ. എന്നാ ശരിടാ. ഓ, അത് മറന്നുവല്ലോ കുറച്ചോനെ. ബഷീർ, ഇത് വലിയ അന്യായമാണേ. എന്തന്യായം? മലയാളം പോലും അറിയാൻ വയ്യാത്തൊരു വട്ടം ഭായി ദരിദ്രം എന്ന് പറഞ്ഞ മലയാളം എന്തിനാ അറിയുന്നേ? അങ്ങ് കാണിച്ചാ പോരെ? ശരി, എങ്കിൽ എന്താ അങ്ങത്തിലൂടെയാണ് അയാൾ അവിഹിതം നടത്ത കാണിച്ചേ? ഇങ്ങനെ
ഇക്കാക്ക എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ആർക്കും വിഷമം? എന്തിന്? എന്നാ എണീറ്റേ, ചെന്ന് കുളിച്ചേ. കരീമ ഇങ്ങനെ എടുത്ത് ചാടല്ലേ? സുഹൃതൻ കേറി എന്നുള്ള സത്യ. എന്നാ എന്തിനാ കേറി നമുക്കറിയില്ലോ. ഓലു വല്ല നാട്ടുവർത്താനം പറഞ്ഞ് കുത്തിരുന്നാണെങ്കിലോ? നാട്ടുവർത്താനല്ല, നാട്ടുവർത്താനം. എനിക്ക് ഞവളെ വേണ്ട. ആ മുജീബിന്റെ കൂടെ ആയിരുന്നു. വെറുതെ അല്ല ആള് കയറി. കബഡി കളിക്കുമ്പോഴേ ഈ സുഹൃത്തൻ എന്നെ പൊക്കി 2 റൗണ്ട് ഓടിയതാ. ഓന് നല്ല ഉഷിരാ, അതില് സംശയമൊന്നുമില്ല. എന്നാലും എന്തിനാ കേറി എന്നുള്ളത് നമുക്കറിയില്ല കരീമേ. അവന്റെ സുന്നത്ത് കല്യാണത്തിന് വേണ്ട, എനിക്ക് ഞവളെ വേണ്ട, ഞാനുള്ള ഒഴിവാക്കാണ്. ദേ കരീമേ, അതൊക്കെ വലിയ തെറ്റാട്ടോ. ഈ സമാധാനപ്പെട്, ഞമ്മക്ക് ശരിയാക്കാലോ. മുക്രി നിങ്ങൾ വെച്ചോ. ഇത് ചൂടാറാൻ്റെ മുമ്പ് അവളെ വിളിച്ച് എനിക്ക് 2 വർത്താനം പറയണം. എന്റെ പൊന്നു മുക്രി, ഈ നാട്ടുകാരെ തെണ്ടികളോട് പറയാൻ എന്നെങ്ങനെ മരിച്ചിരുന്ന് വിളിക്കണ്ടെന്ന്. എനിക്കെല്ലാം അറിയാമെന്നും. കൂട്ടുകാരന്മാര് പട്ടികള്. അറിഞ്ഞു വെച്ച് എടുക്കാത്ത പട്ടി. എന്തേടാ ഇപ്പൊ വിളിക്കാൻ തോന്നിയേ? ഞാനാ ഫാത്തിയ. നീ ആയിരുന്നോ? എന്തേടി? എവിടെയാ? ഞാനിവിടെ അങ്ങാടിപ്പുറത്ത്. അങ്ങാടിപ്പുറത്താ? അവിടേക്ക് ഇപ്പൊ പോയി? 2-3 ദിവസമായി. നീ കാര്യം പറ. 2-3 ദിവസോ? അപ്പൊ കരിമക്കാട് അവിടെ ഇല്ലേ? ഒരു മിനിറ്റ്, കരീംക്ക വിളിക്കണോ? എടുത്തില്ലെങ്കിൽ പിന്നെ അലമ്പാക്കും. ഹലോ. ഇങ്ങനെ തല്ലുണ്ടാക്കല്ലടോ. ഉസ്താദ് ഇപ്പൊ കരീമിന്റെ വീട്ടിലെത്തും. കേറിയോ? ഇനി കേറിയെങ്കിൽ എന്തിന്? ഇത് നമുക്ക് റംലുവിനോട് ചോദിച്ചാ പോരെ? പ്രശ്നം തീർന്നില്ലേ? അല്ല, നമുക്ക് ഇവിടുന്ന് ചർച്ച ചെയ്താ പോരെ? താൻ കട പൂട്ടിട്ട് വാടോ. വാടോ. ഇക്ക ഒരു മിനിറ്റ്, എന്താ ഉണ്ടായത് ഞാൻ മുഴുവനും പറയാം. കേക്കട്ടെ നിന്റെ ന്യായം. ഇക്ക എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി. സുഹൃത്തും ചേട്ടന്റെ മസിലൊക്കെ കണ്ടപ്പോ ഇനി അങ്ങനെ ഉണ്ടാവില്ല പോരെ? പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കുമ്പോഴേ എന്റെ മനസ്സിൽ നിങ്ങളേ ആയിരുന്നില്ല, മുജിയായിരുന്നു. കയ്യൊക്കെ ഉണ്ടെങ്കിൽ എന്തും തടയാ. ഇന്നത് ചിന്തിക്കണമെന്ന് വാശി പിടിക്കാൻ ഒരുത്തനും പറ്റൂല. ഇതിനൊക്കെ ഒറ്റ മാർഗേ ഉള്ളൂ. സ്നേഹിക്കാം. മുജി എന്നെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാം. ഞാൻ പറഞ്ഞ ശരിയല്ലേക്കാ? എന്താ മുക്രി പറ്റിയേ? പടച്ചറപ്പല്ലാലിമിനായ തമ്പുരാനെ, എട്ടങ്കാനായില്ലപ്പത്. അതെ, ഇന്നലെ രാത്രി എന്തിനാ സുഹൃതം വന്നത്? റംലു എന്തേ? റംലു അതെ, റംലു 2 ദിവസമായിട്ട് അവളുടെ വീട്ടിൽ പോയേക്കാ. സുഹൃതം വന്നത് ഞങ്ങളെ കണ്ടോ? സുഹൃത്തേട്ടൻ വന്നത് എന്റെ അടുത്തേക്കാ. നിന്റെ അടുത്താ? എന്തിന്? എന്റെ കെട്ടിയവൻ എന്റെ അടുത്ത് വന്നത് എന്തിനാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണോ? കേക്കണോ നിങ്ങക്ക്? മതിയായില്ലടാ നിനക്കൊക്കെ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച് അതിന്റെയൊക്കെ ഭായി കളിച്ചത്. ഇനി ഒരു ഒറ്റ മിനിറ്റ് ഉണ്ടല്ലോ അവൻ ഈ നാട്ടി വെച്ചേക്കൂല. പ്രസിഡന്റ് അന്നേ അവന്റെ ഒരു ഭായി. എല്ലാവരും നിന്നേ. റംലുവിന്റെ ബാപ്പനെ കണ്ടിരുന്നു. റംലു അവിടെയുണ്ട്. അറിഞ്ഞു ഉസ്താദേ, ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ്. ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമല്ല. ഏതോ ഒരുത്തൻ വിളിച്ച് ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു.
കരീം അത് കേട്ട പാതി കേൾക്കാത്ത പാതി റംലുവിന്റെ വാപ്പാനെ വിളിച്ച് മുട്ടനെ തെറി വിളിച്ചു. അല്ല ഉസ്താദെ, ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവന് വെളിവില്ലേ? അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ? ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ടേ മുക്രി. ഇപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു. അല്ല ഫ്ലാസ്കോ എന്നുവെച്ചാ? ഓ അതുപോലും അറിയത്തില്ലടാ നിനക്ക്. ഫസ്ക് ഓളോനെ അങ്ങോട്ട് മൊഴി ചൊല്ലാന്ന് മതിയായില്ലടാ നിനക്കൊക്കെ. ഓന്റെയൊക്കെ മറ്റോടത്തെ ഒരു ഭായി മിടുക്കി. അവളാണ് എന്തായാലും കിട്ടാൻ കാത്തിരിക്കായിരുന്നു. ഇനിയിപ്പോ മുജിയായിട്ടുള്ള കെട്ട് നടത്താലോ. ഇനിയിപ്പോ മുജിക്ക് രണ്ടു വട്ടം ഒരുമിച്ച് നടത്താലോ. ഇനിയിപ്പോ ഇതായിരിക്കും ഭായി ഉദ്ദേശിച്ചത്. പിന്നല്ലാണ്ട് ഒന്നും കാണാതെ ഭായി കളിക്കൂല. ഇപ്പൊ എന്തായി, ചേരേണ്ടവര് ചേർന്ന. ഇപ്പൊ മനസ്സിലായ ഭായി വെറും വാക്ക് പറയൂലെന്ന്. മുജിയെ, എല്ലാം ഭായിയുടെ അനുഗ്രഹം അല്ലേ മുജി? നീ ആ ഭായി ഒന്ന് കയറി കണ്ട് കല്യാണം വിളിച്ചേരെ. കാലിയാക്ക, നിങ്ങൾ നാട് വെറുതെ കുട്ടിച്ചോറാക്കല്ലേ. ഉള്ള നേരം കൊണ്ട് ആ ഭായിനെ വണ്ടി കയറ്റി വിടാൻ നോക്ക്. നീ എന്താടാ ഈ പറയണേ? ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഭായിയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം കൂടൂല കേട്ടാ. എന്നാലും കുഴപ്പമില്ല, അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല. ദേ മുജി, അങ്ങേരുടെ ശാപം കിട്ടിയ ഈ കല്യാണം വരെ മുടങ്ങും, പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, നിങ്ങൾക്കും ഭായിക്കും പറ്റുമെങ്കിൽ എന്റെ ഫാത്തിന്റെ കെട്ടൊന്ന് മുടക്ക്, എന്നാ ഞാൻ വിശ്വസിക്കാം. പറഞ്ഞത് കറക്റ്റ്. ഫാത്തിയുടെ കെട്ട് മുടങ്ങിയ ഞങ്ങൾ വിശ്വസിക്കാൻ പായില്. ഒന്ന് മുടക്കി കാണിക്കാം. എന്നാ കാണാം. കാണാം കാണാം കാണാം. അങ്ങനെ അങ്ങ് പോവല്ലേ. കെട്ട് മുടങ്ങിയില്ലെങ്കിൽ ഭായിനെ ബംഗാളിലേക്ക് കയറ്റി വിടുവോ? അത് ഞങ്ങൾക്ക് മംഗളോട് ഇരുന്ന് കൂടിയാലേ. ഉറപ്പിച്ചു വരെ നിങ്ങൾക്കും ഭായിനെ അങ്ങ് വിശ്വാസമല്ല അല്ലേ? കയറ്റി വിട്ടിരിക്കും. അങ്ങനെ സംഭവിച്ച അത് ഈ പെരുമാനിയുടെ തീരാ നഷ്ടം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മുടങ്ങൂലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? സ്വർണം, ഉടുപ്പുകള്, നാസർ. പ്രസിഡന്റ്, മറ്റന്നാളാ കല്യാണം. 2 വീട്ടിലൊരുക്കങ്ങൾ കഴിഞ്ഞ് ഇനി എന്ത് പ്രശ്ന? അല്ല ഭായ് കല്യാണം മുടക്കൂലേ? ഭായി കല്യാണം മുടക്കിയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും നമ്മൾ ഈ കല്യാണം മുടക്കും. അത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിപ്പോ പെരുമാനയുടെ മൊത്തം പ്രശ്നമാണ്. എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം. നിങ്ങൾ പേടിക്കണ്ട, എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനി തങ്ങൾ ഏറ്റെടുത്തോളൂ. പെരുമാനിക്ക് ആപത്ത് വരുന്നൊന്നും തങ്ങൾ ചെയ്യൂല. ഈ കെട്ട് നടക്കും, അത് കട്ടായ.